ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് ആ താലി എന്റെ കഴുത്തിൽ അണിയിക്കാതെ സച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ താലിമാല കഴുത്തിൽ അണിയില്ല. അതോ സച്ചേട്ടൻ എന്നെ ഒഴിവാക്കുവാണോ? കണ്ട കാര്യം ഞാൻ നിന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചു എന്ന് മാത്രം. കുറച്ചു കാലം ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നല്ലോ. എനിക്ക് പറ്റിയ ചതി ഞാൻ അങ്ങ് സഹിച്ചു. ഇത് പക്ഷെ അങ്ങനെയല്ല. സ്വന്തം ഭാര്യയാ നിന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ഭാര്യ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും കണ്ടപ്പോ സംസാരിച്ചു കാണും. നിന്റെ മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയപ്പോ അത് നിനക്ക് മഞ്ഞയായി. അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയാ പിന്നെ മിക്കവാറും അവള് നിന്റെ കൈവിട്ട് പോവും. പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ നീ ഇനിയും പഠിച്ചിട്ടില്ല. നിന്റെ ഭാര്യ ഇപ്പോഴേ മറ്റൊരുത്തന്റെ പിന്നാലെയാ. അത് മനസ്സിലാക്കിയാ നിനക്ക് നല്ലത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നന്നായിട്ട് സൂക്ഷിച്ചോ. എന്റെ മുന്നറിയിപ്പ് സാധാരണ തെറ്റാറില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. അവൻ വല്ലാതെ മാറിപ്പോയി. അവന് ഭാര്യ എന്തൊരു വിശ്വാസം. അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. സച്ചേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്തായാലും താലി കെട്ടാൻ പോവല്ലേ. കല്യാണ പെണ്ണിനെ പോലും ഒരുങ്ങിയില്ലെങ്കിലും തീരെ കുറയാൻ പാടില്ലല്ലോ. പറ സച്ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. അതെന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? സത്യം പറഞ്ഞാലേ ഇത് ആർക്കും കിട്ടാത്തൊരു സ്പെഷ്യൽ മൊമെന്റ് അല്ലേ? ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു കല്യാണത്തിന്റെ ഒരുക്കം എല്ലാം ഉണ്ട്. ആ, ഞാനിപ്പോ വരാവേ. സച്ചേൻ ഈ ഡ്രസ് ഇട്ടാ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ വേറൊന്നും വിചാരിക്കരുത്. ഇല്ല, സച്ചേട്ടൻ പറയാ. അമ്പലത്തിൽ പോകുന്നത് നാളത്തേക്ക് മാറ്റി വെച്ചാലോ? ഇന്ന് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഈ ചോദിക്കുന്നേ. നമുക്ക് നാളെ ആയാലും അമ്പലത്തിൽ പോവാലോ. സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഈ കാര്യം ഇനി മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഇന്ന് തന്നെ പോണം. നമ്മളത് നേരത്തെ തന്നെ തീരുമാനിച്ചതല്ലേ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? ഞാൻ പറഞ്ഞ കാര്യം അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാ. ഇതിനേക്കാളും വലിയൊരു എമർജൻസി ഇന്ന് വേറെ ഇല്ല. ഞാൻ പോവാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് സച്ചേട്ടൻ കണ്ടില്ലേ? ഓരോ സമയത്ത് ഓരോന്ന് തോന്നുന്ന പോലെ അങ്ങ് പറഞ്ഞ എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് മതി ഇനി എന്തും. അത് മാത്രമല്ല, വെറുതെ കഴുത്തി കെട്ടുകയാണെങ്കിലും ഇതിനൊരു മുഹൂർത്തമൊക്കെ നോക്കട്ടെ. മുഹൂർത്തം നോക്കി ഒരുക്കി കെട്ടിയതല്ലേ, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നു, സച്ചേട്ടൻ എന്റെ കഴുത്തിൽ താലിമാല അണിയിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് സച്ചേട്ടൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പോഴേ നമ്മൾ ലേറ്റായി. ഇനി അവിടെ ചെല്ലുമ്പോഴേക്കും ക്ഷേത്രം അടക്കില്ലേ? അതിനാരാ കാരണം? സച്ചേട്ടൻ തന്നെയല്ലേ. രാവിലെ ഈ ഫോണും കൊണ്ട് പുറത്ത് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ലേറ്റ് ആവരുതെന്ന്. അപ്പൊ സച്ചേട്ടൻ കേട്ടില്ല. എന്ത് കാരണം കൊണ്ടായാലും ഇന്ന് അത് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ അർച്ചന, താനിങ്ങനെ വാശി പിടിക്കല്ലേ. ഇത് വാശി തന്നെയാ. ഇന്ന് ആ താലി എന്റെ കഴുത്തിൽ അണിയിക്കാതെ സച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ താലിമാല കഴുത്തിൽ അണിയില്ല. അതോ സച്ചേട്ടൻ എന്നെ ഒഴിവാക്കുവാണോ?
സച്ചേട്ടൻ പൊയ്ക്കോളൂ. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. പക്ഷേ തിരിച്ചു വരുമ്പോഴേ ഞാനും കുഞ്ഞും ഇവിടെ ഉണ്ടാവില്ല. ആ താലിമാല എന്റെ കഴുത്തിൽ അണിയിക്കാൻ പറ്റാത്ത സച്ചേട്ടന്റെ കൂടെ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? താനിത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? ശരി, ഞാൻ എന്റെ പ്രോഗ്രാം മാറ്റി വെച്ചോളാം. ഇപ്പൊ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഞാൻ വിളിച്ച താൻ വരുമോന്നിയാണെന്ന് സംശയിച്ചു. അതിന് നമ്മൾ തമ്മിൽ വിരോധമൊന്നുമില്ലല്ലോ. നിങ്ങളുമായി ബിസിനസ് ചെയ്ത് എന്റെ അളിയനല്ലേ? ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മുഖവുരിയില്ലാതെ ഞാൻ കാര്യം പറയാം. അവന്തികയും നന്ദനും തമ്മിലുള്ള ഡിവോഴ്സ് ഉടൻ തന്നെ നടക്കണം. കോടതിയും കേസും ഒക്കെ ആയി നടന്നാൽ ഈ കേസ് എന്ന് തീരുവെന്ന ഒരു രൂപവുമില്ല. എന്റെ മോന്റെ ജീവിതം മാത്രമല്ല, തന്റെ അനന്തരവളുടെ ജീവിതവും ഇല്ലാതാവും. അതുകൊണ്ട് കോടതിക്ക് പുറത്തു വെച്ച് ഈ കേസ് തീർക്കാൻ ഒരു സെറ്റിൽമെന്റ് താൻ ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചാ നടക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇതുവരെ അവന്തിക എന്റെ മോനോടും കുടുംബത്തോടും ചെയ്ത എല്ലാ ദ്രോഹങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും ഞങ്ങൾ തയ്യാറാണ്. എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് അവൾക്ക് എത്ര കോമ്പൻസേഷൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അല്ല, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ സാർ എത്രയാ ഉദ്ദേശിക്കുന്നത്? ആദ്യം അവളെ കൊണ്ട് നിങ്ങൾ അതിന് സമ്മതിപ്പിക്കേ. പിന്നീട് നമുക്ക് കോമ്പൻസേഷന്റെ എമൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. കോടതിയും കേസൊന്നും വേണ്ടതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ അവൾ കേൾക്കണ്ടേ? അച്ഛന്റെ അതേ അവസ്ഥ തന്നെയാ മകൾക്കും. അച്ഛൻ ബിസിനസ് കൊണ്ട് നശിച്ചു, മകള് വാശി കൊണ്ട് നശിച്ചു. സത്യത്തിൽ അവളുടെ ഭാഗത്ത് തെറ്റ് കാണുമെന്ന് എനിക്കറിയാം.